ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സംഗീത്. ഒരു 2.5-3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. ആക്ച്വലി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ബേക്കിൽ. ഞാൻ ഹോൾഡ് ചെയ്ത് എൻ്റെ മോണിറ്റൈസേഷനൊക്കെ ഓൾറെഡി ചാനലായതായിരുന്നു. അതെല്ലാം സ്റ്റോപ്പായി. ഇനി എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ. ഇനി ഈ യൂട്യൂബ് ചാനൽ കൂടുതലും ഇൻഫോർമേഷൻ വീഡിയോസും ജോബ് വീഡിയോസും ആയിരിക്കും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അറിയില്ല ഏത് ലെവലിലോട്ട് അത് പോകുമെന്നുള്ളത്. പ്രതീക്ഷിക്കുന്നു. പ്രീവിയസ്ലി ഉള്ള ഇൻഫോർമേഷൻ വീഡിയോസിലെല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു, പല വീഡിയോസും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ, താങ്ക്സ് ഫോർ ഓൾ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബസി അറ്റസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്. ഇപ്പോൾ യു എയിൽ എംബസി അറ്റസ്റ്റേഷൻ മാത്രം പോലെ ഒരു പ്രൊഫഷണൽ ജോബിന് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ, പ്രൊഫഷണൽ ജോബ് മാത്രമല്ല, ഈവൻ ഇപ്പോൾ നമ്മളൊരു ഫാമിലി വിസ എടുക്കുന്ന ടൈമിൽ പോലും സർട്ടിഫിക്കറ്റ് എല്ലാം എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം. അതേപോലെ ഇൻസൈഡ് യു എയിൽ മോഫ അറ്റസ്റ്റേഷൻ ചെയ്യണം. നമ്മൾ ഇവിടെ വന്നിട്ട് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് മോഫ അറ്റസ്റ്റേഷൻ ഏതെങ്കിലും ഏജൻസിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏജൻസിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വന്ന് കൊറിയർ സർവീസുകാർ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ ലാപ്പ് യൂസ് ചെയ്തോ നിങ്ങളുടെ ഫോൺ ബ്രൗസർ യൂസ് ചെയ്തോ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് മോഫ അറ്റസ്റ്റേഷൻ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. MOFA അറ്റസ്റ്റേഷൻ. അതിൽ ആദ്യം കാണുന്ന മോഫ അറ്റസ്റ്റേഷൻ ഓഫ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് റീഡയറക്ട് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യം കാണുന്ന സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 2 ഓപ്ഷൻസ് വരും, കമ്പനി ലോഗിൻ ആൻഡ് ഇൻഡിവിജ്വൽ. നമ്മൾ ഇൻഡിവിജ്വൽ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അതിനകത്ത് സൈൻ ഇൻ വിത്ത് UAE പാസ് ക്ലിക്ക് ചെയ്യുക. മോഫയിൽ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UAE പാസ് നിർബന്ധമാണ്. UAE പാസ് ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി UAE പാസ് എന്ന് സെർച്ച് ചെയ്ത് അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ടോ എമിറേറ്റ്സ് ഐഡിയോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് UAE പാസ് എടുത്തതിന് ശേഷം നമ്മൾ മോഫ പേജിൽ പോയി നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മുടെ ഫോൺ നമ്പർ 971 വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ UAE പാസിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ആക്സസ് കൊടുക്കുന്ന ടൈം നമുക്ക് മോഫ വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് കയറുന്നവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പ്രീവിയസ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും മോഫ പ്രൊഫൈൽ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രസ് ചെയ്യുക. എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നോ പ്രസ് ചെയ്തു. നെക്സ്റ്റ് ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ്. ഇതിനകത്ത് തന്നെ കൊടുക്കുന്നത് ഡൊമസ്റ്റിക് സർവീസ്, ബിസിനസ് സർവീസ്, ഫോറിൻ മിഷൻ സർവീസ്, ഇൻഡിവിജ്വൽ സർവീസ്. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ സർവീസ് ആണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് ചെക്ക് സർവീസസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലെ ആദ്യത്തെ സർവീസായ അറ്റസ്റ്റേഷൻ ഓഫ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റിനകത്ത് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അറ്റസ്റ്റേഷൻ ഇൻ ദി UAE ആണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഞാൻ പ്രീവിയസ്ലി എംബസി അറ്റസ്റ്റേഷൻ ചെയ്തത് കൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് വിത്തിൻ UAE ആണ് ഞാൻ ചൂസ് ചെയ്തത്. നെക്സ്റ്റ് പേജിനകത്ത് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ അഫയേഴ്സ് ഡോക്യുമെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എത്ര സർട്ടിഫിക്കറ്റ് നമുക്ക് അറ്റസ്റ്റേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മളോട് മെൻഷൻ ചെയ്യുക. നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ചൂസ് ചെയ്യുക. ഫോറിൻ ഏതെങ്കിലും കൺട്രീസ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഇവിടെ ഞാൻ ഇന്ത്യയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എത്ര ഡോക്യുമെന്റ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണും, മാരേജ് സർട്ടിഫിക്കറ്റ് കാണും, ഈവൻ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് കാണും. ഇതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ എനിക്ക് ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ 1 ക്ലിക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ എംബസി പ്രീവിയസ്ലി അറ്റസ്റ്റേഷൻ ചെയ്തത് കൊണ്ട് ഞാൻ 2 ഓപ്ഷനും യെസ് കൊടുത്തതിന് ശേഷം ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൊറിയർ സർവീസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. നിലവിൽ 4 കൊറിയർ സർവീസാണ്. അതിന്റെ റേറ്റും കൃത്യമായിട്ട് തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് അരാമിക്സ് ആണ്. കാരണം പ്രീവിയസ്ലി എൻ്റെ 2 സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്തപ്പോഴും ഞാൻ അരാമിക്സ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ അരാമിക്സ് തന്നെ ചൂസ് ചെയ്യുന്നു. അതായത് അരാമിക്സിന്റെ റെഗുലർ സർവീസും ഉണ്ട്, എക്സ്പ്രസ് സർവീസും ഉണ്ട്. റെഗുലർ സർവീസ് ആണെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് കയ്യിൽ കിട്ടുന്നതാണ്. എക്സ്പ്രസ് ആണെങ്കിൽ രാവിലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ റെഗുലർ ആണ് യൂസ് ചെയ്തത്. മിനിമം 2 ദിവസം കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് റിസീവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര്,
നമ്മുടെ ഏത് എമിറേറ്റ്സ് ആണ്, ദുബായ് ആണെങ്കിൽ ദുബായ്, അബുദാബി ആണെങ്കിൽ അബുദാബി, ഷാർജ ആണെങ്കിൽ ഷാർജ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അത് കഴിഞ്ഞ് കൊറിയർ ടീം എവിടെ വന്നിട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള പ്ലേസും എന്നാണ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റും നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. കൃത്യമായിട്ട് ആ ഡേറ്റും പ്ലേസും മെൻഷൻ ചെയ്യുക. എല്ലാം ഒന്നുകൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പേയ്മെന്റ് ഓപ്ഷനാണ്. പേയ്മെന്റ് ഓപ്ഷനകത്ത് നമ്മുടെ ഫസ്റ്റ് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് മെൻഷൻ, കൃത്യമായിട്ട് എമൗണ്ടും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 189.9. അതിൻ്റെ കൂട്ടത്തിൽ സർവീസ് ചാർജും കൂടെ വരുന്നുണ്ട്. അറൗണ്ട് 192 സംതിങ് ആണ് നമുക്ക് സർവീസ് ചാർജ് എല്ലാം കൂടെ ചേർത്ത് പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ് യൂസ് ചെയ്തോ ഓൺലൈൻ പേയ്മെന്റ് യൂസ് ചെയ്തോ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. നമ്മൾ പേയ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവരെ കൺഫർമേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും. അത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കീപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ PDF ആയിട്ട് നിങ്ങളുടെ ഫോണിൽ അത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വർക്ക് തീർന്നെന്ന് കരുതരുത്, കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്ക് ടു വർക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വർക്ക് സ്പേസ് പേജിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷനും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വരും. അതിനകത്ത് റിക്വസ്റ്റഡ് ID എന്ന് പറയുന്ന അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. റിക്വസ്റ്റഡ് ID വരുമ്പോൾ നമ്മുടെ പ്രീവിയസ്ലി അപ്ലൈ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണാൻ കഴിയും. അതിനകത്ത് നിന്ന് 2 പ്രിന്റ് നമുക്ക് അതിൽ നിന്ന് എടുക്കാനുണ്ട്. ആ ഒരു പേജിന്റെ താഴോട്ട് വരുന്ന ടൈമിനകത്ത് 2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. പ്രിന്റ് ഡെലിവറി ലേബലും പ്രിന്റ് റിട്ടേൺ ലേബലും. അത് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ 2 PDF നമുക്ക് റിസീവ് ആവും. ആ 2 PDF നമ്മൾ പ്രിന്റ് ചെയ്ത് സർട്ടിഫിക്കറ്റിന്റെ കൂടെ കൊറിയർ ബോയിന്റെ ഏൽപ്പിക്കേണ്ടതാണ്. ഇതാണ് ആ ഒരു PDF എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓഫീസ് ബോയുടെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. ഇത് ഫ്രമും ടൂവും ബേസ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് എവിടെ റിസീവ് ആവണം, എവിടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ്.